ഹായ്, ഞാൻ അഞ്ജലി, വൊക്കേസ്പീഡിയയിൽ അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്ററാണ്. കഴിഞ്ഞ 2.5 വർഷമായി ഞാൻ ഈ ടീമിൻ്റെ ഭാഗമാണ്. വൊക്കേസ്പീഡിയയിലൂടെ ഏകദേശം 3000-ലധികം ക്വാളിറ്റി PDF മെറ്റീരിയലുകൾ ഞങ്ങൾ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൊക്കേസ്പീഡിയ എങ്ങനെയാണ് ഒരു PDF മെറ്റീരിയൽ ഫൈനലായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വൊക്കേസ്പീഡിയയിലൂടെ നമ്മൾ മെയിൻ ചാനലിന് വേണ്ടിയും പെയ്ഡ് ബാച്ചിന് വേണ്ടിയും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓരോ പെയ്ഡ് ബാച്ചും ഓരോ അഡ്മിൻസാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ അഡ്മിൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഓരോ പുതിയ നോട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നോട്ട് പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്മിൻസ് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇന്ന ടോപ്പിക്കിൽ ഒരു നോട്ട് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ആ സബ്ജക്റ്റിൽ ആരാണോ എക്സ്പെർട്ട് ആയിട്ടുള്ളത് ആ ആളെയാണ് നമ്മൾ ആ നോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഏൽപ്പിക്കുന്നത്. അതിനുശേഷം ഏതൊക്കെ സോഴ്സസ് റെഫർ ചെയ്യണം എന്നൊരു ഐഡിയ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ഏതൊക്കെ SCERT ചാപ്റ്ററുകൾ നോക്കണം, PYQ ഏതൊക്കെ സെർച്ച് ചെയ്യണം, ഒഫീഷ്യൽ സൈറ്റുകൾ ഏതൊക്കെ നോക്കണം എന്നൊരു ഐഡിയ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. അതിൻ്റെ ബേസിൽ ഇവർ മൊത്തത്തിൽ ഒരു റഫ് നോട്ട് തയ്യാറാക്കും. ഫസ്റ്റ് പ്രൂഫ് റീഡിന് ശേഷം നമ്മളിത് ഡിസൈൻ ടീമിനെ ഏൽപ്പിക്കുന്നു. ഡിസൈൻ ടീം വളരെ മനോഹരമായ കവർ പേജുകളും ആപ്റ്റായിട്ടുള്ള പിക്ചറുകളൊക്കെ ചേർത്ത് നോട്ട് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്യുന്നു. ഡിസൈനിങ്ങിന് ശേഷം ആരാണോ ഈ നോട്ട് ചെയ്തത് ആ ആൾക്ക് നമ്മളിത് വീണ്ടും വായിച്ചു നോക്കാനായിട്ട് കൊടുക്കുന്നു. ഇതിനെയാണ് സെക്കൻഡ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രൂഫ് റീഡിലാണ് നമ്മുടെ PDF-ലെ മിസ്റ്റേക്കുകൾ പൂർണ്ണമായും കറക്റ്റ് ചെയ്യുന്നത്. മിസ്റ്റേക്കുകളെല്ലാം കറക്റ്റ് ചെയ്ത ശേഷം PDF റെഡി ടു അപ്ലോഡ് ആക്കുന്നു. അതിനുശേഷം ഇത് നമ്മൾ അഡ്മിൻസിനെ ഏൽപ്പിക്കുന്നു. അവരത് നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുമ്പോഴാണ് ഫൈനൽ ഒരു ക്വാളിറ്റി PDF മെറ്റീരിയൽ നിങ്ങളിലേക്ക് എത്തുന്നത്.